ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എക്സാംസ് കോർണർ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് KTET എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാർക്കുള്ള ടിപ്സാണ്. എൻ്റെ ചെറിയൊരു അനുഭവം കൂടിയാണ് ഇത്. കാരണം ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഞാനും പഠിച്ചിരുന്നതും അതുപോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ KTET നേടിയെടുത്തതും. KTET കാറ്റഗറി 3 ഒക്കെ വളരെ ടഫാണ് എന്ന് പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. ഞാൻ KTETന് വേണ്ടി ഒരുപാട് കാലമൊന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഇത് ഓരോരുത്തരുടെയും പഠനരീതി പോലെ ഇരിക്കും. കാരണം പഠനരീതി ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ പഠനരീതി പോലെ ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ കുറച്ച് ദിവസം മാത്രമേ പഠിച്ചിരുന്നെങ്കിലും ആ ദിവസങ്ങളിൽ ഭൂരിഭാഗ സമയവും അതിനുവേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എനിക്കുള്ള ഒരു പോരായ്മയാണ്, കുറേ കാലം മുമ്പൊക്കെ പഠിച്ചാൽ ഞാൻ എക്സാം ആവുമ്പോഴേക്കും അത് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ പൊതുവെ എക്സാം അടുക്കുമ്പോഴാണ് പഠിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിക്കുന്നത്. അല്ലാതെ പഠിക്കുന്നവരാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം. ഈ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും KTET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വേണമെന്നുള്ളതാണ്. അതായത് സെൽഫ് കോൺഫിഡൻസ്. ഈ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കും. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് തന്നെ പറയണം, ഞാൻ ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ എക്സാം നേടിയെടുക്കുമെന്നുള്ളത്. അതായത് യു ഓൾവേസ് മോട്ടിവേറ്റ് യുവർ സെൽഫ്. ഐ ക്യാൻ ആൻഡ് ഐ വിൽ. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഞാൻ ചെയ്തത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചത് എന്നുള്ളത്. അതായത് ഗോ ത്രൂ ദ സിലബസ്. എന്തായാലും ഒരു എക്സാം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടേ ചോദിക്കാറുള്ളൂ. ഏതൊരു എക്സാമിനും സിലബസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സിലബസ് മുഴുവനായിട്ട് നിങ്ങൾ കവർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ആ എക്സാം പാസ്സാകാൻ പറ്റും. സിലബസ് മുഴുവനും പഠിക്കേണ്ടതുണ്ട് കേട്ടോ. പക്ഷേ ആ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എക്സാമിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. പിന്നെയുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതാണ്. അതായത് ഗോ ത്രൂ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. എന്തായാലും ഒരു ചോദ്യമെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ മാർക്ക് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിലൂടെ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിലൂടെ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുകൂടി മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് ഗ്രൂപ്പുകളും അതുപോലെ യൂട്യൂബ് ചാനൽസിലൊക്കെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സാം പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം പാറ്റേൺ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു എക്സാം പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഏത് ഭാഗത്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഈ എക്സാം പാറ്റേൺ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഈ 10th എക്സാം പോലെ ആയിരിക്കില്ല നമ്മുടെ പ്ലസ് ടു എക്സാമിലെ എക്സാം പോലെ ആയിരിക്കില്ല നമുക്ക് ഈ KTET എക്സാം ഉണ്ടാവുക. ലെവലിലെത്തുമ്പോഴും എക്സാമിൻ്റെ പാറ്റേൺ കൂടി മാറുന്നുണ്ട്. അത് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഫിയർ കൂടി അതിലൂടെ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് എക്സാം എഴുതാൻ പോവുക എന്നുള്ളതാണ്. എന്നിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ KTET നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി എഴുതി എക്സാം പാസ്സാവുക. താങ്ക് യു.